പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ ക്ലാസ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാപ്റ്റർ 4 പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന വളരെ ലളിതമായ ചാപ്റ്ററാണ്. വളരെ എളുപ്പത്തിൽ മുഴുവൻ മാർക്കും വാങ്ങാവുന്ന, ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ചെറിയ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ് ഒരു സെഷൻ മാത്രമേ ഉണ്ടാകൂ. നമുക്ക് നോക്കാം എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഹെഡിങ് പറയുന്ന പോലെ ഒരു സിംഗിൾ പ്രിൻസിപ്പിളാണ്. അതിൽ പല രൂപത്തിലുള്ള ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും 4 രൂപത്തിൽ. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രോബ്ലംസ് ഇൻവോൾവിങ് ഇക്വാലിറ്റീസ്. ഓക്കെ, നമുക്ക് പഠിക്കണ്ടേ എന്താണ് അത്തരം ചോദ്യങ്ങൾ ചെയ്യാനുള്ള മാർഗമെന്ന്? ശരി, അത് പഠിക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണ് എന്നറിയണം. അതിനായിട്ട് ഞാൻ ചില എക്സാമ്പിളുകൾ പറയാം. നന്നായിട്ട് ശ്രദ്ധിക്കൂ. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് 1 + 2 + 3 + 4 + എക്സെട്ര + n എത്രയാണ്? n × n+1/2. നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്, സീക്വൻസസ് ആൻഡ് സീരീസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതെന്താണ് സത്യത്തിൽ? 1 മുതൽ n വരെ ആഡ് ചെയ്താൽ n × n+1/2 കിട്ടും എന്നല്ലേ പറഞ്ഞത്? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ആരുണ്ട്? n ഉണ്ട്. n നാച്ചുറൽ നമ്പറിലെ n ആണ്. അതായത് ഇതൊരു സ്റ്റേറ്റ്മെൻ്റാണ് ഇൻവോൾവിങ് n. n ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ p ഓഫ് n എന്നാണ് ഡിനോട്ട് ചെയ്യുക. എന്താ ഡിനോട്ട് ചെയ്യുക? p ഓഫ് n. ആ p ഓഫ് n എന്ന് പറഞ്ഞാൽ n ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന പേരാണ്. അപ്പോൾ ഇതെന്താ വായിക്കുക? p ഓഫ് n ബി ദി സ്റ്റേറ്റ്മെൻറ്റ് 1 + 2 + 3 + 4 + എക്സെട്ര + n is equal to n × n+1/2. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. p ഓഫ് n ഇതാണെങ്കിൽ p ഓഫ് 2 ആരാണ്? p ഓഫ് n-ൽ 1 മുതൽ n വരെ ആഡ് ചെയ്യണം. p ഓഫ് 2-ലോ 1 മുതൽ 2 വരെ ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എന്തായിരിക്കും കിട്ടുക? റൈറ്റ് സൈഡിലെ n-ന് 2 എന്ന് കൊടുക്കണം അല്ലേ? 2 × 2 + 1/2. p ഓഫ് 2 എന്ന് പറയുമ്പോൾ n-ന് 2 കൊടുക്കണം. ശരി, p ഓഫ് 10 എന്തായിരിക്കും? 1 മുതൽ 10 വരെ ആഡ് ചെയ്യണം. അന്നേരം റൈറ്റ് സൈഡിലെ n-ന് എന്ത് കൊടുക്കണം? 10 എന്ന് കൊടുക്കണം. സിമ്പിളായിട്ട് മനസ്സിലാക്കണേ. അങ്ങനെയാണെങ്കിൽ p ഓഫ് k എന്തായിരിക്കും? പറ. 1 മുതൽ ഏത് വരെ ആഡ് ചെയ്യണം? k വരെ ആഡ് ചെയ്യണം. അന്നേരം റൈറ്റ് സൈഡിലെ n-ന് എന്ത് കൊടുക്കണം? k × k+1/2. n-ന് k എന്ന് കൊടുക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും p ഓഫ് k+1? p ഓഫ് k+1 കിട്ടണമെങ്കിൽ 1 മുതൽ k+1 വരെ ആഡ് ചെയ്യണ്ടേ? k+1 വരെ ആഡ് ചെയ്യുമ്പോൾ തൊട്ട് ബാക്കിൽ k ഉണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് ആദ്യം 1 മുതൽ k വരെ ആഡ് ചെയ്യാം. അതിനോട് കൂടി തൊട്ടടുത്ത ടൈം k കഴിഞ്ഞാൽ അടുത്ത ടൈം ആരാ? k+1. അതും കൂടെ അങ്ങ് ആഡ് ചെയ്യാം. അന്നേരം നമുക്ക് എന്താ കിട്ടുക? റൈറ്റ് സൈഡിലെ n-ന് പകരം എന്ത് കൊടുക്കുക? k+1 എന്ന് കൊടുക്കുക. അപ്പോൾ k+1 × k+1 + 1 ദാറ്റ് ഈസ് k+2/2 എന്ന് കിട്ടും. ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. p ഓഫ് n എന്താണെന്ന് മനസ്സിലായി. അതിലെ p ഓഫ് k കാണുന്ന രൂപം മനസ്സിലായി. p ഓഫ് k+1 എഴുതുന്ന രൂപം മനസ്സിലായി. ഇതൊന്നും ഈക്വൽ ടു എന്നല്ല. ഈ കോളൻ വായിക്കുക. ബി ദി സ്റ്റേറ്റ്മെൻറ്റ് എന്താ വായിക്കുക? p ഓഫ് 2 ബി ദി സ്റ്റേറ്റ്മെൻറ്റ് 1 + 2 = 2 × 2 + 1/2 എന്നാണ് ഈ കോളൻ വായിക്കുക. ഇത്രയും ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. മനസ്സിലാക്കിയല്ലോ. ഇൻ പർട്ടിക്കുലർ p ഓഫ് k എഴുതുന്ന രൂപം, p ഓഫ് k+1 എഴുതുന്ന രൂപം എല്ലാവരും അറിഞ്ഞിരിക്കണം. ശരി, ഇനി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നറിയോ? n ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതേപോലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് 1 + 2 + 3 + 4 + എക്സെട്ര + n is equal to n × n+1/2 പോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്ന് എങ്ങനെയാണ് കാണിക്കുക? അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ ഉപയോഗിച്ച് കാണിക്കാം. അങ്ങനെയല്ല, പൊതുവായിട്ട് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണെന്ന് കാണിക്കാനുള്ള മാർഗം എന്താണ് എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയുന്നത്. ഓക്കെ,
മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ കാര്യം? ശരി, നമുക്ക് ആദ്യം ആ തിയറം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണ് എന്നൊന്ന് കാണാം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. നന്നായിട്ട് ശ്രദ്ധിക്കൂ. പി ഓഫ് എൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻവോൾവിങ് നാച്ചുറൽ നമ്പർ എൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? നേരത്തെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പി ഓഫ് എൻ്റെ പ്രത്യേകത? പി ഓഫ് 1 ശരിയാണ്, എന്നിന് 1 എന്ന് കൊടുക്കുമ്പോൾ ശരിയാണ്. പിന്നെ പി ഓഫ് കെ ശരിയാണെങ്കിൽ ആര് ശരിയാണ്? പി ഓഫ് കെ പ്ലസ് 1 ശരിയാണ്. പി ഓഫ് കെ ശരിയാണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ആ പി ഓഫ് എൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പറുകൾക്കും ശരിയായിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയുന്നത്. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം എന്താ? പി ഓഫ് 1 ശരിയാണല്ലോ. ശരി, പി ഓഫ് കെ ശരിയാണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ശരിയാണല്ലോ. അപ്പം എന്ത് കിട്ടി? പി ഓഫ് 1 ശരിയായത് കൊണ്ട് പി ഓഫ് 1 പ്ലസ് 1 ശരിയാണ്, പി ഓഫ് 2 ശരിയാണ്. പി ഓഫ് 2 ശരിയായത് കൊണ്ട് പി ഓഫ് 2 പ്ലസ് 1 പി ഓഫ് 3 ശരിയാണ്. അങ്ങനെ എല്ലാവരും ശരിയാണ്. ഇതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുക. അറിയില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. ശരി, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ചോദ്യം ചോദിച്ചാൽ അതല്ലേ നമുക്കിപ്പോൾ അറിയേണ്ടത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്തിനാ? പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനല്ലേ ഈ ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ ക്ലാസ് നടത്തുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു പി ഓഫ് എൻ തന്നിരിക്കും. ഓക്കെ, എൻ ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിരിക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഷോ ദാറ്റ് പി ഓഫ് 1 ഈസ് ട്രൂ. എന്നിന് 1 എന്ന് കൊടുക്കുമ്പോൾ ശരിയാണെന്ന് തെളിയിക്കണം. ആദ്യം അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? പി ഓഫ് കെ ശരിയാണെങ്കിൽ എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് പി ഓഫ് കെ ശരിയാണെന്ന് അസ്യൂം ചെയ്യണം. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, മൂന്നാമത് എന്താ ചെയ്യേണ്ടത്? പി ഓഫ് കെ പ്ലസ് 1 ശരിയാണെന്ന് തെളിയിക്കണം. ആരെ ഉപയോഗിച്ചുകൊണ്ട്? പി ഓഫ് കെ ശരിയാണ് എന്നത് ഉപയോഗിച്ചുകൊണ്ട്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്തെങ്കിലും പഠിക്കാനുള്ളതുമായിട്ടുള്ള സ്റ്റെപ്പ്. ബാക്കിയൊക്കെ ആർക്കും ചെയ്യാം. ഓക്കെ, പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ ബൈ യൂസിങ് പി ഓഫ് കെ. പി ഓഫ് കെ ശരിയാണ് എന്നത് ഉപയോഗിച്ചുകൊണ്ട് പി ഓഫ് കെ പ്ലസ് 1 ശരിയാണെന്ന് തെളിയിക്കുക. അന്നേരം പി ഓഫ് എൻ എല്ലാവർക്കും ശരിയായിരിക്കും. ചെയ്യേണ്ട 3 കാര്യങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറയുമോ നിങ്ങൾ? ആദ്യം എന്ത് ചെയ്യണം? പി ഓഫ് 1 ശരിയാണെന്ന് കാണിക്കണം. പിന്നെന്ത് ചെയ്യണം? പി ഓഫ് കെ ശരിയാണെന്ന് അസ്യൂം ചെയ്യണം. പിന്നെയോ പി ഓഫ് കെ ശരിയാണെന്ന് അസ്യൂം ചെയ്തത് ഉപയോഗിച്ച് പി ഓഫ് കെ പ്ലസ് 1 ശരിയാണെന്ന് കാണിക്കണം. അവസാനം ഒരു ഡയലോഗ് എഴുതണം. അതുകൊണ്ട് പി ഓഫ് എൻ എല്ലാവർക്കും ശരിയാണെന്ന്. സ്റ്റെപ്പുകൾ മനസ്സിലായല്ലോ? മറക്കാതിരിക്കാൻ എഴുതി വെക്കുന്നത് നല്ലതാണ്, അറിയില്ലെങ്കിൽ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ശരി, ആദ്യത്തെ പ്രോബ്ലം നമ്മൾ ആദ്യം കണ്ട ചോദ്യം തന്നെയാണ്. 1 + 2 + 3 + 4 + എക്സെട്ര n × n + 1/2 ആണെന്ന് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് തെളിയിക്കുക. മക്കളെ, ഈ ഒരു പ്രോബ്ലങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഇന്ന് നമ്മൾ 7 പ്രോബ്ലം ചെയ്യും. 7 നിങ്ങൾക്ക് മനസ്സിലാവും. കൂടെ 3 പ്രോബ്ലംസ് അസൈൻമെൻറ്റ് തരും. സ്വന്തമായിട്ട് ചെയ്യാനും പറ്റും. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് പേര് കൊടുക്കണം? പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കണം. പി ഓഫ് എൻ ഈക്വൽ ടു എന്നല്ല ഇവിടെ എഴുതേണ്ടത്. പി ഓഫ് എൻ ബി ദി സ്റ്റേറ്റ്മെൻറ്റ്. ഈ കോളൻ എന്താ വായിക്കുക? ഈ 2 കുത്ത് എന്താ വായിക്കുക? ബി ദി സ്റ്റേറ്റ്മെൻറ്റ്. എന്താ സ്റ്റേറ്റ്മെൻറ്റ്? 1 + 2 + 3 + എക്സെട്ര + n = n × n + 1/2. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് പി ഓഫ് എൻ എന്ന് പേര് കൊടുത്തു. ഇനി എന്ത് വേണം? പി ഓഫ് 1 ശരിയാണെന്ന് കാണിക്കണം. പി ഓഫ് 1 എന്താ? ഒരു സ്റ്റേറ്റ്മെൻറ്റാ. പി ഓഫ് എൻ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. അതുകൊണ്ട് പി ഓഫ് 1 സ്റ്റേറ്റ്മെൻറ്റാ. പി ഓഫ് 1 ഈക്വൽ ടു എന്ന് എഴുതരുത്. പി ഓഫ് 1 ബി ദി സ്റ്റേറ്റ്മെൻറ്റ്. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ ആരെ മാത്രമേ എഴുതാവൂ? ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ നമ്പർ മാത്രം. 1 ഈക്വൽ ടു റൈറ്റ് സൈഡിലെ എന്നിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. 1 × 1 + 1/2. ഇതെന്താ? 1 ഈക്വൽ ടു 2/2. 1 തന്നെ. 1 = 1 ശരിയാണോ തെറ്റാണോ? ശരിയാണ്. 1 = 1 തന്നെ അല്ലേ? അതാരാ പറഞ്ഞത്? പി ഓഫ് 1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് പി ഓഫ് 1 ശരിയാണ്. അപ്പം ആദ്യത്തെ കടമ്പ നമ്മൾ വിജയിച്ചു. പി ഓഫ് 1 ശരിയാണെന്ന് കാണിക്കണമല്ലോ. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പി ഓഫ് 1 എന്താ? 1 = 1. 1 = 1 ശരിയാണ്. അതുകൊണ്ട് പി ഓഫ് 1 ശരിയാണ്. എന്താ രണ്ടാമത്തെ സ്റ്റെപ്പ്? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. മറക്കരുത്, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്താ പി ഓഫ് കെ ട്രൂ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം? 1 മുതൽ n വരെ ആഡ് ചെയ്താൽ n × n + 1/2 കിട്ടുമെന്നാണല്ലോ പി ഓഫ് എൻ. ആ പി ഓഫ് കെ ശരിയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 മുതൽ k വരെ ആഡ് ചെയ്താൽ k × k + 1/2 കിട്ടുമെന്നാണ് നമ്മൾ അസംഷൻ. നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ അസംഷൻ. 1 മുതൽ k വരെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? k × k + 1/2. നിങ്ങൾ എന്തേ ചെയ്യേണ്ടു? എന്നിന് പകരം k എന്ന് കൊടുത്ത് ഒരു ഇക്വേഷൻ അങ്ങ് എഴുതാം. ഇനിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്.
എന്താ? വി വാണ്ട് ടു ഷോ ദാറ്റ്. അപ്പുറത്തുള്ള അവസാനത്തെ സ്റ്റെപ്പ് ഞാൻ ഇപ്പുറത്തേക്കൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ 2 തവണ എഴുതണ്ട, ഒരൊറ്റ തവണ എഴുതിയാൽ മതി. ഓക്കെ, എനിക്ക് സൗകര്യത്തിന് വേണ്ടി എഴുതിയതാ. ശരി, വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ഓൾസോ ട്രൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് കേട്ടോ. വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ആൾസോ ട്രൂ. പി ഓഫ് കെ പ്ലസ് വണ്ണും ശരിയാണെന്ന് കാണിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇതുവരെയുള്ളതൊക്കെ ആർക്കും ചെയ്യാം കേട്ടോ. ശരി, നോക്കൂ നിങ്ങൾ. പി ഓഫ് കെ പ്ലസ് വൺ എഴുതുമ്പോൾ എന്ത് വേണം? 1 മുതൽ n വരെ ആഡ് ചെയ്യുന്നതല്ലേ പി ഓഫ് n. അപ്പോൾ പി ഓഫ് കെ പ്ലസ് വണ്ണോ 1 മുതൽ കെ പ്ലസ് 1 വരെ ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ? 1 മുതൽ കെ പ്ലസ് 1 വരെ ആഡ് ചെയ്യുമ്പോൾ തൊട്ട് ബാക്കിൽ ആരുണ്ടാവുക? കെ പ്ലസ് 1ന്റെ കെ ഉണ്ടാവും. അപ്പോൾ 1 മുതൽ കെ വരെ ആഡ് ചെയ്തിട്ട് അടുത്ത ടേം കൂടെ ആഡ് ചെയ്യണം. അടുത്ത ടേം, അതായത് കെ പ്ലസ് 1th ടേം, nth ടേം n. അപ്പോൾ കെ പ്ലസ് 1th ടേം ആരാ? കെ പ്ലസ് 1. ഓക്കെ, അപ്പോൾ കണ്ടോ, 1 മുതൽ കെ പ്ലസ് 1 വരെ ആഡ് ചെയ്തു. അതിന് തൊട്ട് ബാക്കിലെ ടേമും കൂടെ എഴുതി. ഒരു ഉദാഹരണത്തിന് 1 മുതൽ 100 വരെ ആഡ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ആദ്യം 1 മുതൽ 99 വരെ എഴുതി, പ്ലസ് 100 എഴുതി. അത്രയേ കാര്യമുള്ളൂ. ഓക്കെ, ഇതെന്താണ്? ഇതെന്ത് കിട്ടണം? 1 മുതൽ കെ പ്ലസ് 1 വരെ ആഡ് ചെയ്താൽ എന്താ കിട്ടേണ്ടത്? ഈ എന്നിന് പകരം കെ പ്ലസ് 1 കൊടുക്കുന്നത് കിട്ടണം. അപ്പോഴേ പി ഓഫ് കെ പ്ലസ് 1 ശരിയാവൂ. ഈ എന്നിന് പകരം എന്ത് കൊടുക്കുന്നത് കിട്ടണം? കെ പ്ലസ് 1 കൊടുക്കുന്നത്. അപ്പോൾ ഈ എന്നിന് പകരം കെ പ്ലസ് 1 കൊടുത്താൽ എന്താ കിട്ടുക? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 കെ പ്ലസ് 2/2 എന്നല്ല കിട്ടുക. അത് കിട്ടണം. ഇത് ഉപയോഗിച്ചുകൊണ്ട് കിട്ടണം. നോക്കൂ, റെഡ് കളറൊക്കെ ഞാൻ കൊടുത്തത് എന്തിനാ അറിയോ? ഈ റെഡ് കളർ മുകളിലും കണ്ടോ നിങ്ങൾ? അതാരാ? കെ ഇൻറ്റു കെ പ്ലസ് 1/2 അല്ലേ? അത് ഞാനങ്ങ് എഴുതി. അതിനോട് കൂടി ആഡ് ചെയ്യാൻ ഇത്രയും കൂട്ടിയാൽ ഇത് കിട്ടുന്ന മുകളിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതിനോട് കൂടി കെ പ്ലസ് 1 ഒന്ന് ആഡ് ചെയ്താൽ പോരെ? യെസ്, കെ പ്ലസ് 1 ആഡ് ചെയ്താൽ മതി. ഇനി ഇത് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് അത് നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചതാ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? കോമൺ ആയിട്ടുള്ള ടേമിനെ പുറത്തെടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കോമൺ ടേമിനെ പുറത്തെടുക്കുക. സൗകര്യത്തിന് വേണ്ടി ഇതിനെ ഒരു ഫ്രാക്ഷൻ ആക്കുക. എന്തൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. കെ പ്ലസ് 1/1 എഴുതി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ. നോക്കൂ നിങ്ങൾ, കെ പ്ലസ് 1 കോമൺ അല്ലേ? കോമൺ ടേം ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഉണ്ട്. ആരാ കോമൺ? കെ പ്ലസ് 1. ആ കെ പ്ലസ് 1നെ ഞാനങ്ങ് പുറത്തെടുത്തു. ബാക്കി ഇവിടെ ആരുള്ളത്? k/2. ഇവിടെയോ 1. അപ്പോൾ k/2 പ്ലസ് 1 എന്നുള്ളത് ഇവിടെയും ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി 1/1 എഴുതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്ത് കിട്ടും? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2/2 എന്ന് കിട്ടും അല്ലേ? അതായത് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. ഇതിന് ഞാൻ കളറൊക്കെ കൊടുത്ത കണ്ട നിങ്ങൾ. എന്താ നമ്മുടെ ആഗ്രഹം? എന്താ നമ്മുടെ ലക്ഷ്യം? ഈ എന്നിന് പകരം കെ പ്ലസ് 1 കൊടുക്കുന്നത് അവസാനം കിട്ടണം. ഇത് ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയില്ലേ? എന്നിന് കെ പ്ലസ് 1 കൊടുത്താൽ കെ പ്ലസ് 1, കെ പ്ലസ് 1 പ്ലസ് 1, കെ പ്ലസ് 2/2. അതുകൊണ്ട് ആരും ശരിയാണ്. പി ഓഫ് കെ പ്ലസ് 1 ശരിയാണ്. പി ഓഫ് 1 ശരിയാണെന്ന് നമ്മൾ ആദ്യം തെളിയിച്ചു. പി ഓഫ് കെ ശരിയാണെന്ന് അസ്യൂം ചെയ്തു. പി ഓഫ് കെ പ്ലസ് 1ഉം ഇത് വെച്ച് ശരിയാണെന്ന് നമ്മളിപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതല്ലേ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറഞ്ഞിട്ടുള്ളൂ. പി ഓഫ് എൻ എല്ലാവർക്കും ശരിയാണെന്ന് മനസ്സിലായി. ഇത്രയും എഴുതിയാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും. അപ്പോൾ ആകതിൽ എന്താ ചെയ്യാനുള്ളത്? ഈ ഒരു ഭാഗം മാത്രമല്ലേ? ഈ ഒരു ഭാഗം ചെയ്യാൻ പ്രയാസമുണ്ടോ? ഫ്രാക്ഷൻ്റെ അഡീഷൻ അല്ലേ? പിന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവസാനം ഇതാണ് കിട്ടേണ്ടത്. ഇതെവിടുന്ന് കിട്ടും? എന്നിന് കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുക അതാണ് അവസാനം കിട്ടേണ്ടത്. ഇതെവിടെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സംഭവിച്ചാലും എഴുതാൻ മറക്കരുതേ. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി പറയാണ്. ശരിക്കും അങ്ങനെ എഴുതാനൊന്നും പാടില്ല. ഓക്കെ, ശരിക്ക് ചെയ്ത് തന്നെ കിട്ടണം. ഇനി എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താലും മതിയാകും. 1-2 സ്റ്റെപ്പ് എഴുതി അഥവാ ഏതെങ്കിലും വലിയ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ഒക്കെ വന്നാൽ ഈ എന്നിന് പകരം കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുക അത് വിളങ്ങ് എഴുതിയാലും മതി. എക്സാമിന് മാർക്കൊക്കെ കിട്ടിക്കോളും. ഓക്കെ, ശരി. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇനി അടുത്ത ചോദ്യം പെട്ടെന്ന് പാസ് ചെയ്യും. ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 1 + 3 + 5 + 7 + etc + 2n - 1 = n² ആണെന്ന് കാണിക്കുക. ഇതൊക്കെ നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ച റിസൾട്ട് ആണ് കേട്ടോ. ഓഡ് നമ്പേഴ്സിന്റെ സം n² ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പോവാം. കഴിയുന്നവർ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. തൊട്ട് മുകളിൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ടല്ലോ, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇനി ചെയ്തിട്ട് ഒരു സ്ട്രക്ക് ആവുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അത് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യം പി ഓഫ് എൻ എന്ന് കൊടുത്തു. ഇനി ഞാൻ പെട്ടെന്ന് പറയും കേട്ടോ. ശരി, ഇനി എന്താ വേണ്ടത്? പി ഓഫ് 1 ട്രൂ എന്ന് കാണിക്കണം. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം മാത്രമേ എഴുതൂ. 1 = 1², 1 = 1 സത്യമല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് പി ഓഫ് 1 ശരിയാണ്. മനസ്സിലായല്ലോ? ഇനി എന്താ വേണ്ടത്? അസ്യൂം ദാറ്റ് പി ഓഫ് കെ
ഈസ് ട്രൂ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്നിന് പകരം കെ എന്ന് കൊടുക്കണം. അപ്പോൾ 1 + 3 + 5 + എക്സെട്രാ + 2k - 1 = k². വെരി സിമ്പിൾ അല്ലേ? വി വാണ്ട് ടു ഷോ ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. അടുത്ത സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റെപ്പ് എപ്പോഴും ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നത് ഇവിടെ എഴുതാനുള്ള സൗകര്യത്തിനാണ്. ഇത് 2 തവണ എഴുതരുത്. ഓക്കെ. പി ഓഫ് കെ പ്ലസ് 1 എഴുതുമ്പോൾ ആദ്യം ആര് വരെ എഴുതണം? 1 മുതൽ kth ടേം. ഇത് nth ടേമാ, ഇത് nth ടേം. അപ്പൊ ഇത് kth ടേം. 1 മുതൽ kth ടേമിന്റെ സമ്മ വരെ എഴുതണം. അതിനോട് കൂടി k + 1th ടേം ആഡ് ചെയ്യണം. ഇതല്ലേ nth ടേം. അപ്പൊ ആരാ kth ടേം? അത് 2k - 1. അപ്പൊ k + 1th ടേമോ 2 × k + 1 - 1. 2 × n k + 1 കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് കൊടുക്കണം. 2 × k + 1 - 1. ഞാൻ k + 1th ടേം ആഡ് ചെയ്തു. ഈക്വൽ ടു എന്താ കിട്ടുക? ഇത്രയും ആഡ് ചെയ്താൽ ആരെ കിട്ടും? k² കിട്ടും. അതിനോടുകൂടി ഈ ഒരു ടേം ആഡ് ചെയ്താൽ പോരെ? യെസ്, ആഡ് ചെയ്തു ഞാൻ. 2k + 2 - 1 എഴുതി. ബാക്കി സിമ്പിളാ. k² + 2k + 2 - 1 1. k² + 2k + 1 ആരുടെ സ്ക്വയറാ? k + 1 ഹോൾ സ്ക്വയർ അല്ലേ? ഇത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ? ഇനി അറിയില്ലെങ്കിൽ ആൻസറിലേക്കൊന്ന് നോക്കൂ നിങ്ങൾ. എന്നിന് k + 1 നോക്കും, k + 1 സ്ക്വയർ അല്ലേ കിട്ടുക. അതിവിടെ എഴുതിയിട്ട് ഇത് രണ്ടും ഒന്നാ നോക്കിയാൽ മതി. k² + 2k + 1 a + b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടും. Therefore p of k + 1 is also true. By principle of mathematical induction, p of n is true for all natural number n. Very simple. Clear? പഠിച്ചോ? മനസ്സിലായില്ല എന്ന് പറയരുത്, ശരിക്കും മനസ്സിലാക്കണം. വെരി ഇമ്പോർട്ടൻ്റാ. 100% ചോദിക്കുന്ന ഉറപ്പാ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചോദ്യം, ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒറ്റ ചോദ്യം വന്നില്ല വിചാരിക്കുക. ഇതുപോലത്തെ ഒരു ചോദ്യമല്ലേ വരുള്ളൂ. ഒരിക്കലും പ്രയാസപ്പെടേണ്ട. ബുദ്ധിമുട്ടുള്ള സെഷൻ ഇതാണല്ലോ. അത് കൈകാര്യം ചെയ്യേണ്ട രൂപം ഞാൻ വിശദീകരിച്ചിട്ടുണ്ടല്ലോ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി. അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ശരിയായ നല്ല കുട്ടികളാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കണം കേട്ടാ. ശരി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 1³ + 2³ + എക്സെട്രാ + n³ = n × n + 1/2 ഹോൾ സ്ക്വയർ എന്നാണ് കാണിക്കേണ്ടത്. വെരി സിമ്പിളാണ്, വെരി ഇമ്പോർട്ടൻ്റ്. ഡിസ്കസ് ചെയ്യുന്ന 10-40 ചോദ്യങ്ങൾ ഉണ്ടാകെ. അതിൽ ഞാൻ 10 സെലക്ട് ചെയ്തിട്ടുള്ളൂ. ആ 10ഉം ഇമ്പോർട്ടൻ്റാ കേട്ടോ. ശരി, നോക്കൂ. ആദ്യം ഞാൻ p of n എന്ന് കൊടുത്തു. ആവർത്തനമാണല്ലേ, കൂടുതൽ പറയേണ്ടതില്ലല്ലോ. p of 1 എഴുതുമ്പോൾ എന്താ വരിക? ഫസ്റ്റ് ടേം മാത്രം. 1³ = 1 × 1 + 1/2 ഹോൾ സ്ക്വയർ അല്ലേ? 1 + 1 2/2 1 1² 1 തന്നെ. 1 = 1. സിമ്പിൾ. ലെഫ്റ്റ് 1 ആണെങ്കിൽ റൈറ്റും 1 വരൂ. ഇനി കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ച് ചെയ്തിട്ട് ആ 1-ന് പകരം 2 ഒന്നും എഴുതരുത്. 1 = 2 എന്ന് വരൂലല്ലോ. ചില കുട്ടികൾ 1 = 2 എന്നൊക്കെ എഴുതും, എന്നിട്ട് പറയും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ തെറ്റാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം. Therefore p of 1 is true അല്ലേ? അസ്യൂം ദാറ്റ് p of k is true. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്താ അതിന് ചെയ്യേണ്ടത്? എന്നിന് പകരം k എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത്ര ചെയ്താൽ 1 മാർക്ക് എന്തായാലും കിട്ടുമോ? ഇത്ര ചെയ്താൽ 1 മാർക്ക് കൂടി കിട്ടി. അപ്പോൾ 2 മാർക്കായി. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇനിയാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. എന്താ? p of k + 1 ട്രൂ ആണെന്ന് കാണിക്കണം. ആദ്യത്തെയും kth ടേമിൻ്റെ സമ്മ് വരെ എഴുതും. ഇനി എന്താ ചെയ്യുക? അതിനോട് k + 1th ടേം ആരാണോ അത് ആഡ് ചെയ്യും. എങ്ങനെ k + 1th ടേം കിട്ടുക? ഇതാണ് nth ടേം. എന്നിന് k + 1 കൊടുത്താൽ മതി. k + 1 ഹോൾ ക്യൂബ് അല്ലേ? ഈക്വൽ എന്താ വരിക? ഇത്രയും ആഡ് ചെയ്താൽ ഇതാ അവിടെ കിട്ടിയിട്ടുണ്ട്. റെഡ് കളർ കൊടുത്തത് നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയാ, വേഗം മനസ്സിലാവാൻ. എക്സാമിന് കളറൊന്നും കൊടുക്കണ്ട. ഓക്കെ, ദെൻ പ്ലസ് k + 1 ഹോൾ ക്യൂബ് അല്ലേ? ബൈ 1 എഴുതിയ സൗകര്യത്തിന് വേണ്ടി. നോക്കൂ നിങ്ങൾ, ഇവിടെ k + 1 ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ k + 1 ഹോൾ ക്യൂബ് ഉണ്ട്. രണ്ട് സ്ഥലത്തും k + 1 ഹോൾ സ്ക്വയർ ഉണ്ട്. അതുകൊണ്ട് k + 1 ഹോൾ സ്ക്വയറിനെ പുറത്തെടുക്കാം. പിന്നെ ഇവിടെ ആരാ ബാക്കിയുള്ളത്? k²/4. ഇവിടെയോ k + 1 ഹോൾ സ്ക്വയർ പുറത്തു വന്നു, k + 1 മാത്രം. അപ്പോൾ k²/4 + k + 1 ബൈ 1 എഴുതുന്ന ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. k² + 4k + 4/4 എന്ന് വരും അകത്ത്. ഓക്കെ, വിശദീകരിക്കണ്ടല്ലോ. ആരാ k² + 4k + 4? അത് k + 2 ഹോൾ സ്ക്വയർ ആണ്. ഇത് k + 2 ഹോൾ സ്ക്വയർ ആണ്. ഇപ്പം k + 1 ഹോൾ സ്ക്വയർ × k + 2 ഹോൾ സ്ക്വയർ ബൈ 4നെ ബൈ 2 സ്ക്വയർ എന്ന് എഴുതാം. ഒരു ബൈ എഴുതിയാൽ മതി. ബേസിക് മാത്തമാറ്റിക്സ് ആയി ഇതൊക്കെ. എല്ലാവർക്കും സ്ക്വയർ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതണോ? വേണ്ടല്ലോ. പിന്നെ എങ്ങനെ എഴുതിയാൽ മതി? k + 1 × k + 2/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഇതല്ലേ കിട്ടേണ്ടത്. എപ്പോഴും ലക്ഷ്യം മനസ്സിലുണ്ടായിരിക്കണം. ലക്ഷ്യം കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം. ലക്ഷ്യത്തിൽ നമ്മൾ എത്തണം. എന്നിന് k + 1 കൊടുത്താൽ k + 1 k + 1 + 1 k + 2/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. Therefore p of k + 1 is also true. By principle of mathematical induction, p of n is true for all natural number n. ക്ലിയർ? വെരി ഇമ്പോർട്ടൻ്റാ. നന്നായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം ഉണ്ടല്ലോ, അതാണ് എക്സാമിന് ചോദിക്കട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റാ. എക്സസൈസിലെ 1ാമത്തെ ക്വസ്റ്റ്യനാണ്. പലവട്ടം ചോദിച്ചിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കൂ.
ആദ്യത്തെ സ്റ്റെപ്പൊന്നും ഞാൻ പറയുന്നില്ല. പി ഓഫ് 1 is equal to 3⁻1 minus 1 divided by 2, 1 is equal to 2/2 is equal to 1. P of 1 is true. Assume that P of k is true. നിങ്ങൾക്കറിയാം അല്ലേ? ശരി, P of k plus 1 ട്രൂ ആണെന്ന് കാണിക്കണം. നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം kth ടേം വരെ എഴുതണം. ഇനി k+1 ടേം ആഡ് ചെയ്യണം. ആരാ k+1 ടേം? ഈ n പകരം k+1 കൊടുക്കുക. 3⁻k+1 minus 1, 3⁻k+1 ഈക്വൽ ടു എന്താ വരിക? ഇത്രയും ആഡ് ചെയ്താൽ 3⁻k-1/2 പ്ലസ് ഈ ഒരു ടേം ആരാ? 1ഉം 1ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ 3⁻k/1 എഴുതിയ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. കോമൺ ടൈം ഇല്ലാട്ടോ ഇവിടെ കോമൺ ടൈം ഇല്ല. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനേ പറ്റൂ. 3⁻k-1 × 1 3⁻k-1 ഇത് 2 × 3⁻k. ചില കുട്ടികൾ 6⁻k എന്നൊക്കെ എഴുതി കളയും. ചെയ്യരുത്. 2 × 3⁻k എന്ന് എഴുതാവൂ. ഡിവൈഡ് ബൈ 2 എന്ന് വരും. 3⁻k-1 then plus 2 × 3⁻k whole divided by 2. നോക്കൂ, ഇത് നമുക്കൊന്ന് തിരിച്ചെഴുതാലോ. എങ്ങനെ എഴുതാം? 2 × 3⁻k plus 3⁻k-1 എന്ന് എഴുതാം. ഇതിനാദ്യം എഴുതി, പിന്നെ എഴുതി -1 divided by 2. ഇങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല, ഒറ്റടിക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഇനി കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി നോക്കൂ നിങ്ങൾ. 2x + x എത്രയാ? 3x അല്ലേ? അപ്പോൾ 3⁻k plus 3⁻k എത്ര വരും? 3 × 3⁻k -1 divided by 2 a⁻m × a⁻n a⁻m+n. അപ്പോൾ 3⁻k+1 -1 divided by 2 എന്ന് കിട്ടി. ലക്ഷ്യം മനസ്സിലുണ്ടാവണം. n-ന് പകരം k+1 കൊടുക്കുന്നതാണ് ആൻസർ ആയിട്ട് വേണ്ടത്. കിട്ടിയില്ലേ? റൈറ്റ് സൈഡ് ആയിട്ട് വേണ്ടത് 3⁻k+1 -1 divided by 2. Therefore P of k+1 is also true. By principle of mathematical induction, P of n is true for all natural number n. What a easy question അല്ലേ? ശരി, ഇനി അഞ്ചാമത്തെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കണം. ഈ സ്റ്റെപ്പുകളൊക്കെ ശരിക്കും ഓർത്ത് വെക്കണം. ആകെ പഠിക്കാനുള്ളൂ, ബാക്കിയൊക്കെ സെയിം. ആകെ പഠിക്കാനുള്ളൂ. ഇതൊന്ന് വർക്കൗട്ട് ചെയ്യാട്ടോ നന്നായിട്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാ. 1/2 + 1/4 + 1/8 + എക്സെട്ര. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ് അഞ്ചാമത്തെ ചോദ്യം. ഓക്കെ, സെയിം. ഒന്ന് തുടങ്ങിക്കോളൂ. സാധാരണ പോലെ പി ഓഫ് 1 എല്ലാവർക്കും കിട്ടും. 1/2 മാത്രമേ എഴുതാവൂ. അഥവാ ഇനി പി ഓഫ് 2 ചോദിച്ചാലോ 1/4 ആണോ എഴുതുക? അല്ല, 1/2 + 1/4 ഈക്വൽ ടു ഇവിടെ 2 കൊടുക്കുക. പി ഓഫ് 3 ചോദിച്ചാലോ ഇതുവരെ കൂട്ടുക, അന്നേരം ഇവിടെ 3 കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ശരി, പി ഓഫ് 1 ആരാ? 1/2 = 1 - 1/2 1/2 കുറച്ചാൽ എത്രയാ? ഹാഫ് അല്ലേ? ഹാഫ് ഈക്വൽ ടു ഹാഫ്. പി ഓഫ് 1 is true. Assume that P of k is true. n-ന് പകരം k കൊടുത്താൽ മാത്രം മതി. അത് ഞാൻ അപ്പുറത്തേക്ക് എടുത്തെഴുതി. We want to show that P of k+1 is also true. ഇപ്പം സ്പീഡ് കൂടി എന്ന് പറയരുത്. ഇതുവരെ വളരെ സ്ലോലാ പറഞ്ഞത്. ഇനി സ്പീഡ് കൂടിയാൽ എന്താ? ഇത് ഞാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? നോക്കൂ നിങ്ങൾ, P of k വരെ ഞാൻ എഴുതി, k ടേംസിന്റെ സം എഴുതി. ഇനി ഇവിടെ എഴുതേണ്ട ടേം ഒന്ന് നിങ്ങൾ ഉറക്കെ പറഞ്ഞോളൂ. ഏത് ടേം എഴുതണ്ടേ? k+1 ടേം. 1/2n nth ടേം. ആരാ k+1 ടേം? 1/2k+1. വൃത്തിയായിട്ട് എഴുതണം. 2k+1 ഒക്കെ എഴുതുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഈക്വൽ ടു റെഡ് കളർ കൊണ്ട് സം ചെയ്തത് എന്താ? 1 - 1/2k. അതിനോടുകൂടി എന്താ ആഡ് ചെയ്യാനുള്ളത്? 1/2k+1. അതിന് ഞാൻ 1/2k × 2 എന്ന് എഴുതുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. 2k × 2 a⁻m × a⁻n എന്നുള്ള റിസൾട്ട് ഉപയോഗിച്ചു. നോക്കൂ നിങ്ങൾ, 1 മൈനസ് കഴിഞ്ഞാൽ പിന്നെ 1/2k ഇവിടെയും 1/2k ഇവിടെ കോമൺ ആണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? 1 മൈനസ് കഴിഞ്ഞിട്ട് ഈ 1/2k അങ്ങ് പുറത്തെടുക്കും. പിന്നെ ഇവിടെ ആരാളുള്ളത്? -1/2k പുറത്തെടുത്ത്. അപ്പം പിന്നെ ഇവിടെ 1 ആണുള്ളത്. ഇവിടെ മൈനസ് ഇല്ലല്ലോ, ഇവിടെ പ്ലസ് അല്ലേ? ഞാൻ പുറത്തെടുത്ത് മൈനസ് അല്ലേ? അപ്പം അത് പ്ലസ് ആകണമെങ്കിൽ 1 - 1/2 എന്നാവും. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. -1/2k × 1 -1/2k മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1/2k × 1/2. സിമ്പിൾ. മാത്തമാറ്റിക്സിന്റെ ബേസിക് അറിയണം, അഡീഷനും സബ്ട്രാക്ഷനൊക്കെ അറിയണം കേട്ടോ. 1 അര കുറച്ചാൽ എത്രയാ? അര അല്ലേ? അപ്പോൾ 1 - 1/2k × 1/2. 2k × 1/2 എന്ന് വെച്ചാൽ 2:1 അല്ലേ? അപ്പോൾ 2m × 2n 2m+n അല്ലേ? അപ്പോൾ 1 - 1/2k+1 എന്ന് കിട്ടിയില്ലേ? ശരി, അതല്ലേ കിട്ടേണ്ടത്? 1 - 1/2k+1 എന്നല്ലേ കിട്ടേണ്ടത്? സിമ്പിളായിട്ട് കിട്ടി. അവസാനം കിട്ടേണ്ടതിനെ കുറിച്ച് നല്ല ബോധ്യം വേണം. ഇവിടെ എന്തൊക്കെ ചെയ്താലും ഇത് തന്നെ കിട്ടണം കേട്ടോ. Therefore P of k+1 is also true. By principle of mathematical induction, P of n is true for all natural number n. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മറ്റൊരു ചോദ്യം നോക്കാം. എപ്പോഴും ഇങ്ങനെ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചോദിക്കാം. നോക്കൂ, ഈ ചോദ്യം എന്താ പ്രത്യേകത? ആദ്യം P of 1 ട്രൂ ആണെന്ന് കാണിക്കുക, പിന്നെ P of k+1 എഴുതുക, എന്നിട്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് P of n ട്രൂ ആണെന്ന് കാണിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ ചെയ്യാൻ സർ?
നേരത്തെ ചെയ്ത പോലെ തന്നെ ABC എന്നൊക്കെ കൊടുക്കണമെന്നേ ഉള്ളൂ. P(1) എന്താ വരിക? ഇവിടെ ലെറ്റ് P(n) കൊടുക്കണ്ട. ക്വസ്റ്റ്യനിൽ P(n) ഉണ്ടെങ്കിൽ നമ്മൾ P(n) എഴുതൊന്നും വേണ്ട. മിനിമം സ്റ്റെപ്പ് എഴുതിയാൽ മതി. P(1) എന്ന് പറയുമ്പോൾ 1.2 അല്ല ഇത്. അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. 1x2 എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപോലെ ഞാൻ ഇവിടെ എഴുതിയതാ. 1x2, 2x3, 3x4 എന്നത് വായിക്കാം കേട്ടോ. ശരി, അതൊക്കെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കണം. ശരി, 1x2 is equal to 1x1 plus 1x1 plus 2/3 എന്ന് കിട്ടും. ഇവിടെ 1 കൊടുത്താൽ മതി. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. 1x2 2 ആണ്, ഈക്വൽ ടു 2x3/3. 3 ക്യാൻസൽ ചെയ്തു. 2 ഈക്വൽ ടു ലെഫ്റ്റ് 2 ആണെങ്കിൽ റൈറ്റും 2 തന്നെ വരുള്ളൂ. എന്നാലല്ലേ P(1) ശരിയാവുള്ളൂ. അപ്പോൾ P(1) ശരിയാണെന്ന് കാണിച്ചു. ഇനി P(k) എഴുതാനാ പറഞ്ഞത്, പ്രൂവ് ചെയ്യാനൊന്നുമില്ല. P(k) ഒരു സ്റ്റേറ്റ്മെന്റാ. എങ്ങനെ P(k) കിട്ടുക? എന്നിന് K എന്ന് കൊടുത്താൽ മതി. ദാ P(k) is the statement. ഈ എന്നിന് ഞാൻ K എന്ന് കൊടുത്തു, വേറെ ഒന്നും ചെയ്തില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ P(k) ആർക്കും എഴുതാം. N എന്നുള്ളത് K എന്ന് കൊടുക്കാൻ അറിയുന്ന ആൾക്കൊക്കെ ഏത് ചോദ്യത്തിലും P(k) എഴുതാം അല്ലേ? ഈ P(k+1) എഴുതണ്ടേ? അതിനെന്താ ചെയ്യുക? ഈ എന്നിന് K+1 കൊടുക്കണം. K+1, K+1+1, K+2, ഇത് K+1, ഇത് K+1+1, K+2, K+1+2, K+3/3. അപ്പോൾ ഇതാണ് P(k+1). N കാണുന്ന സ്ഥലത്തൊക്കെ ഞാൻ K+1 കൊടുത്തു. ഇതിന് 1 മാർക്ക്, ഇതിന് 2 മാർക്കൊക്കെ ഉണ്ടാവും കേട്ടോ, തെറ്റിക്കരുത്. ശരി, അവസാനത്തെ ഭാഗം എന്താ? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് കാണിക്കാനാണ്. P(1) true എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതിന് കാണിക്കണ്ട. നമുക്ക് എവിടുന്ന് തുടങ്ങിയാൽ മതി? അസ്യൂം ദാറ്റ് P(k) is true മുതൽ തുടങ്ങിയാൽ മതി. എന്താ P(k) true ആണെന്ന് വെച്ചാൽ അർത്ഥം ഇതാ, ഇവിടെ എന്നിന് K എന്ന് കൊടുത്താൽ K into കിട്ടുമെന്ന അർത്ഥം അല്ലേ? ശരി, വി വാണ്ട് ടു ഷോ ദാറ്റ് P(k+1) is also true. ഇതുവരെ ഞാൻ ആദ്യം എഴുതുന്നു, അതിനോട് കൂടി K+1 ടൈം എഴുതുന്നു. K+1 into K+1+1, K+2, K+1 into K+2 is equal to എന്താ വരിക? ഇത്രയും ആഡ് ചെയ്യുന്ന സാധനം ഇത് അല്ലേ? അതിനോട് ഈ ടൈം അങ്ങ് ആഡ് ചെയ്തു. ഞാൻ by1 എഴുതിയ എന്തിനാ? നിങ്ങൾ കോമൺ ആയിട്ടുള്ളതൊക്കെ പെട്ടെന്ന് കാണാൻ. K+1 into K+2 കോമൺ അല്ലേ? പുറത്തെടുത്തു. ബാക്കി ഇവിടെ K/3+1 അല്ലേ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ K+3/3 എന്ന് കിട്ടി. ഇത് മൾട്ടിപ്ലൈ ചെയ്തു. K+1 into K+2 into K+3 ഹോൾ ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടി. അതാണ് കിട്ടേണ്ടത്. K+1 into K+2, K+1+1, K+2, K+1+2, K+3/3 ഇതന്നെ കിട്ടണം. എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? P(k+1) is true എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാൻ പറ്റൂ. വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മക്കൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ശരി, ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. ഇത് ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസ് ഏരിയൻ്റെ പുറത്തുനിന്നും ചിലപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം. അത് വരികയാണെങ്കിൽ ഇതേ വരുള്ളൂ. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിക്കുക. സ്ഥിരം വരുന്നൊരു ചോദ്യം കേട്ടോ. ശരി, ചെറിയ വ്യത്യാസം ഉണ്ട് അല്ലേ? 7n - 3n is divisible by 4 എന്നൊക്കെ കൊടുത്തത്. നമുക്ക് നോക്കാം. ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് P(n) എന്ന് കൊടുത്തു. ആദ്യം P(1) true എന്ന് കാണിക്കണ്ടേ? 7(1 - 3n is divisible by 4. 4 is divisible by 4. ആർക്കാ അറിയാത്തത് ശരിയാണെന്ന്? 4 കൊണ്ട് ഹരിക്കാൻ പറ്റൂലേ? P(1) is true. Assume that P(k) is true. P(k) true ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നിന് K കൊടുക്കണം. 7(k - 3k is divisible by 4 അല്ലേ? എന്താ ഒരു നമ്പറിന് ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞ അർത്ഥം? ഈ നമ്പർ 4ന്റെ മൾട്ടിപ്പിളാ. 20 ഈസ് ഡിവിസിബിൾ ബൈ 4. കാരണം എന്താ? 20 is equal to 4 into 5. അപ്പോൾ ഇത് 4ന്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 7(k - 3k is equal to 4ന്റെ മൾട്ടിപ്പിളിനെ 4m എന്ന് എഴുതാം. 4m. ഓക്കെ, അവിടുന്ന് 7(k) ആരാന്ന് കിട്ടും? ആരാ 7(k) വരിക? 4m plus 3k. ഇതെന്തിനാ എങ്ങനെ എഴുതിയത്? നമ്മൾ P(k+1) എഴുതുമ്പോൾ 7(k) നമുക്ക് മാറ്റാൻ പറ്റൂ. ഇത് മൊത്തത്തിൽ മാറ്റാൻ കഴിയില്ല. അതിനു വേണ്ടി അങ്ങനെ എഴുതിയത് കേട്ടോ. ശരി, വി വാണ്ട് ടു ഷോ ദാറ്റ് P(k+1) is also true. അപ്പോൾ ഇങ്ങനെ എഴുതണമെന്ന് പഠിച്ചു വെക്കുക. ഇവിടുത്തെ ഫസ്റ്റ് ടേം ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. ഇവിടുത്തെ ഫസ്റ്റ് ടൈം ആരാണോ അത് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. P(k+1) പറയുമ്പോഴേ എന്നിന് K+1 കൊടുക്കില്ലേ വേണ്ടേ? അപ്പോൾ 7(k+1 - 3k+1) ആരുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം? 4ന്റെ മൾട്ടിപ്പിൾ ആണ് കാണിക്കണം അല്ലേ? ഞാൻ 7(k+1 - 3k+1) എന്ന് എഴുതിയേ. ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. 7(k into 7(1 - 3k into 3(1) എന്ന് എഴുതി. എന്തിനാ അങ്ങനെ എഴുതി നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ 7(k) ഇല്ലേ? അതിവിടെ ഇല്ലേ? മാറ്റി കൊടുക്കാൻ വേണ്ടി ഇതുപയോഗിച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഈ 7(k) പകരം ഇവിടുത്തെ 7(k) ആയിട്ടുള്ള 4m കൊടുക്കാൻ പോവാ, പ്ലസ് 3k കൊടുക്കാൻ പോവാ. അപ്പോൾ ഞാൻ ആദ്യം 7 എഴുതി. 7(k) പകരം 4m plus 3k എന്ന് എഴുതി. ദെൻ -3 into 3k എന്ന് എഴുതി. ബ്രാക്കറ്റ് നമ്മൾ കൊടുത്തതല്ലേ, നമ്മൾ തന്നെ ഒഴിവാക്കണ്ടേ? ഞാൻ ഒഴിവാക്കുന്നു. 7 into 4m then plus 7 into 3k minus 3 into 3k. ബ്രാക്കറ്റ് ഒഴിവാക്കി. അതാണ് ഈ സ്റ്റെപ്പ്. നോക്കൂ, 7 into 4 എന്ന് വെച്ചാൽ എന്താ? 7 into 4ന്റെ മൾട്ടിപ്പിൾ. അതാരുടെ മൾട്ടിപ്പിളാ? 4ന്റെ മൾട്ടിപ്പിൾ. 7 into 4ന്റെ മൾട്ടിപ്പിൾ 4ന്റെ മൾട്ടിപ്പിൾ ആണ്.
ഓക്കെ, അപ്പം ഞാൻ വെറും ഫോറം എഴുതി. ആ 7 പോകാൻ കാരണം മനസ്സിലാകും. ഇനി 8ന്റെ ഫോറം ആണെങ്കിൽ ഞാൻ ഇവിടെ ഫോറം എഴുതുക, 100ന്റെ ഫോറം ആണെങ്കിൽ ഫോറം എഴുതുക. 4ന്റെ മൾട്ടിപ്പിൾ എന്നേ അതിന് അർത്ഥമുള്ളൂ. പിന്നെ 7 3 എന്ന് 3 കുറച്ചാൽ എത്ര കിട്ടുക? 7x - 3x 4x അല്ലേ? 4 3 രണ്ട് സ്ഥലം 4ന്റെ മൾട്ടിപ്പിൾ, അത് 4ന്റെ മൾട്ടിപ്പിൾ, ഇതും 4ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഒരുമിച്ച് 4ന്റെ മൾട്ടിപ്പിൾ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എന്നിന് പകരം k+1 കൊടുത്തപ്പോഴും ആരെ കിട്ടി? നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ കിട്ടി. Therefore P of k+1 is also true by principle of mathematical induction. P of n is true for all natural number n. നന്നായിട്ട് പഠിക്കണം ഈ ക്വസ്റ്റ്യൻ കേട്ടാ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ് PMI അവിടെ അവസാനിക്കുകയാണ്. ഹോംവർക്ക് വേണ്ടേ? സുന്ദരമായ 3 ഹോംവർക്കുകൾ കേട്ടോ. ഇത് സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ഇത് അവസാനത്തെ ചെയ്ത മോഡലാണ്. ഇതും സാധാരണ GP പഠിച്ചിട്ടില്ല നിങ്ങൾ, സീക്വൻസ് ആൻഡ് സീരീസിൽ അതിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് സാധാരണ ചോദിക്കാറുണ്ട്. ഇതും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തം ചെയ്യുമ്പോൾ ശരിയാണെന്ന് നോക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ആൻസർ കാണിക്കുന്നുണ്ട്, ഇപ്പം നോക്കരുത്, ചെയ്ത് കഴിഞ്ഞിട്ടേ നോക്കാം കേട്ടോ. ഇതാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. വളരെ വിശദമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്കും കിട്ടണം. 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാ കിടക്കുന്നു. ഓക്കെ, ഇത് നോക്കി കോപ്പി അടിക്കോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. സ്വന്തമായിട്ട് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നോക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാ ഇവിടെ കിടക്കുന്നു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ ക്ലാസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അവസാനിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ആർക്കും ഇതിലെ മുഴുവൻ മാർക്കും വാങ്ങാം. ഇനി ഏതെങ്കിലും ഒരാൾക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള P of k+1 പ്രൂവ് ചെയ്യുന്ന സ്റ്റെപ്പുകളിലുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് പ്രയാസമാക്കുന്നുവെങ്കിൽ ഞാൻ അവിടെ ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ n പകരം k+1 കൊടുത്താൽ മതി. അത് അങ്ങനെ കൊടുത്താലും എക്സാമിന് മാർക്കൊക്കെ ലഭിക്കും. മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടട്ടെ. നമ്മുടെ ഗോൾ എന്താ? 60 out of 60. ഓക്കെ, ഗുഡ് ബൈ.